അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് മദ്ദിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്ന ഒരു പാഠത്തെ പറ്റിയിട്ടാണ്. അപ്പോ നമുക്കത് എന്താണ് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. മദ്ദിന്റെ അക്ഷരങ്ങൾ. മദ് എന്ന് പറയുന്ന വാക്ക് ഒരു അറബി വാക്കാണ്. മദ് അത് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, മദ്. മദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീട്ടൽ എന്നാണ് അർത്ഥം വരുന്നത്. മദ് എന്ന് പറഞ്ഞാൽ നീട്ടൽ. എന്താണ് സംഭവം? മദ്ദിന്റെ അക്ഷരങ്ങൾ. മദ്ദിന് അക്ഷരങ്ങളുണ്ട്, അതായത് നീട്ടാനായിട്ട് കുറച്ച് അക്ഷരങ്ങളുണ്ട്. ആ നീട്ടാനായിട്ട് ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 1 അലിഫ്, 2 യാ, 3 വാവ്. 3 അക്ഷരങ്ങളാണ് മദ്ദിന് ഉള്ളത്. എത്ര അക്ഷരങ്ങളാണ് ഉള്ളത്? 3 അക്ഷരങ്ങളാണ്. അപ്പൊ ഞാനിവിടെ ബ ഫത്ഹ് ബ എന്നേ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ബ ഫത്ഹ് ബായിനെ നീട്ടാനായിട്ട് നമുക്ക് ആകെയുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് നീട്ട് ഫത്ഹ്, നമ്മൾ നേരത്തെ പഠിച്ച ആ നീട്ട് ഫത്ഹ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നീട്ട് ഫത്ഹ് കൊടുക്കാതെ നമുക്ക് നീട്ടാനായിട്ട് പറ്റും. അതാണ് നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഇനി ഞാനിവിടെ ബാ കസർ ബി എന്ന് കൊടുക്കുകയാണ്. ഈ ബാ കസർ ബി എന്നുള്ളതിനെ എനിക്ക് നീട്ട് കെസർ കൊടുക്കാതെ, എങ്ങനെയാണ് നീട്ട് കെസർ കൊടുക്കാതെ എനിക്ക് നീട്ടാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ ബ ലൊമ്മ് ബു, ഈ ബൂവിനെ എനിക്ക് നീട്ട് ലൊമ്മ് കൊടുക്കാതെ നീട്ടാനായിട്ട് സാധിക്കും. അതും എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബാബുൽ ഇൽമിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റാഷിദ് അൽ റുഹാൻ. ഈ ഒരു പാഠത്തില് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള 2 നിയമങ്ങളാണ് ഉള്ളത്. 1, മദ്ദിന്റെ അക്ഷരങ്ങൾ 3 ആകുന്നു. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോ പഠിച്ചു, അത് മനസ്സിലാക്കി. 3 ആണുള്ളതെന്ന് മനസ്സിലാക്കി. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് മദ്ദുള്ള അക്ഷരങ്ങളെ എത്ര അലിഫ് നീട്ടണം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ ഇവിടെ ബായിന് അതിന്റെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിനെ നമുക്ക് നീട്ടാൻ പറ്റും. ഇപ്പൊ നീട്ടുകയാണെങ്കിൽ എത്ര അലിഫ് വരെ നീട്ടാം? 1 അലിഫ് വരെയാണ് നമുക്ക് നീട്ടാനായിട്ട് സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോ ബായിന് നീട്ടാനായിട്ട് പോവാണ്, അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും. ഞാൻ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ബ ഫത്ഹ് ബ എന്നുള്ളതിനെ ഞാൻ നീട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാ 1 അലിഫ് മാത്രമാണ് നീട്ടാനായിട്ട് പാടുള്ളൂ. 2 അതിൽ കൂടുതലോ അലിഫൊന്നും നീട്ടാനായിട്ട് പാടില്ല. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ 2 നിയമങ്ങൾ മദ്ദിൻ്റെതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത് മദ്ദിന്റെ അലിഫിനെ പറ്റിയിട്ടാണ്. മദ്ദിന്റെ അക്ഷരങ്ങൾ 3 ഉണ്ട്. അലിഫ്, യാ, വാവ്. അത് 3 നമുക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ 1 അക്ഷരത്തിന് എടുത്തിരിക്കുകയാണ്. ഇനി ഇത് 29 അക്ഷരങ്ങൾക്കും മദ്ദിന്റെ അലിഫ് വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ, ഇപ്പോ ഓരോരോ അക്ഷരത്തിന് വരുമ്പോഴാണ് നമ്മൾ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഇനി ഇത് കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാനായിട്ടുണ്ട്. ഇതൊരു വലിയൊരു സെക്ഷനാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഖുർആനിലെ മദ്ദിന്റെ അലിഫും മദ്ദിന്റെ യാവും മദ്ദിന്റെ വാവും ഇല്ലാത്തൊരു പേജ് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു പേജിൽ ഒരു കൂട്ടം മദ്ദിന്റെ അലിഫും യാവും വാവും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പാഠമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. മദ്ദിന്റെ അലിഫ് എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? മദ്ദിന്റെ അലിഫ് എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? ഖുർആനിൽ ഇഷ്ടംപോലെ അലിഫ് വരാം. മദ്ദിന്റെ അലിഫിനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിന്റെ അടയാളമാണ് നമ്മൾ ഈ ഒരു ബോർഡിൽ കാണുന്നത്. നോക്കിക്കേ, എല്ലാ അക്ഷരത്തിലും അലിഫുണ്ട്. അതിന് മുൻപ് ഫത്ഹ് മാത്രമാണുള്ളത്. എന്താണുള്ളത്? ഫത്ഹ് മാത്രമാണുള്ളത്. കെസറുണ്ടോ? കെസറുണ്ടോ? കെസറില്ല. നിങ്ങൾ നോക്കിക്കോ, ലൊമ്മുണ്ടോ? ലൊമ്മില്ല. ഇതാണ് മദ്ദിന്റെ അലിഫിനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ കണ്ടെത്താനായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അലിഫിന് മുൻപുള്ള അക്ഷരത്തിന് ഫത്ഹ ആണെങ്കിൽ അലിഫ് മദ്ദിന്റേതാണ്. എന്താണ് ആ ഡെഫിനിഷൻ? അലിഫിന് മുൻപുള്ള അക്ഷരത്തിന് ഫത്ഹ ആണെങ്കിൽ അലിഫ് ആരുടെയാണ്? അലിഫ് മദ്ദിന്റേതാണ്. അപ്പോ ഇത് എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ എഴുത്തും നിങ്ങളൊന്നും നോക്കണം. ഐനിന്റെ യഥാർത്ഥ കോലത്തിലൊന്നല്ല ഐൻ വന്നിരിക്കുന്ന. കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന രൂപവ്യത്യാസങ്ങളെല്ലാം തന്നെ ചില അക്ഷരങ്ങളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ജീമൊക്കെ നോക്കിക്കേ, ജീം ഹാ ഒക്കെ നോക്കിക്കേ, ഇവരുടെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുള്ള അക്ഷരത്തിന്റെ കോലത്തിലൊന്നുമല്ല. കൂട്ടക്ഷര രൂപത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന രൂപവ്യത്യാസം ഇവിടെയും വന്നിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ മദ്ദിന്റെ അലിഫ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഹിജ്ജ ചെയ്ത് വായിക്കുക, മുറിച്ച് മുറിച്ച് വായിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഹംസ അലിഫ് ഫത്ഹ് ആ നീട്ടാണ്. ഓക്കെ, ബ അലിഫ് ഫത്ഹ് ബ, ത അലിഫ് ഫത്ഹ്
താ. ഇനി ഹിജ്ജ ചെയ്യാതെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വായിച്ചാൽ മതി. ഹിജ്ജ എന്ന് പറയുന്നത് ഒരു സഹായമാണ്, അറിയാത്ത ആളുകൾക്ക് സഹായിക്കുന്ന ഒരു സംഭവമാണ് ഹിജ്ജ എന്ന് പറയുന്നത്. സ അലിഫ് ഫത്ഹ് സാ, ജീം അലിഫ് ഫത്ഹ് ജാ, ഹ അലിഫ് ഫത്ഹ് ഹാ, ഖ അലിഫ് ഫത്ഹ് ഖാ, ദാൽ അലിഫ് ഫത്ഹ് ദാ, ദാൽ അലിഫ് ഫത്ഹ് ദാ, റ അലിഫ് ഫത്ഹ് റാ, സ അലിഫ് ഫത്ഹ് സാ, സീൻ അലിഫ് ഫത്ഹ് സാ, ഷീൻ അലിഫ് ഫത്ഹ് ഷാ, സ്വാദ് അലിഫ് ഫത്ഹ് സ്വാ. ഞാനിങ്ങനെ കൈ നീട്ടുന്നത് നിങ്ങൾക്ക് ആ നീട്ടല് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണോ. നീട്ടല് ഒരലിഫേ നീട്ടാൻ പാടുള്ളൂ, അതാണ് ഞാൻ ആ ഒരൊറ്റ ഇതിൽ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ 2 വട്ടം പോയേനെ, 2 അലിഫായിരുന്നെങ്കിൽ ഞാൻ 2 വട്ടം പോയേനെ. സ്വാദ് അലിഫ് ഫത്ഹ് സ്വാ, ളാദ് അലിഫ് ഫത്ഹ് ളാ, ത്വാ അലിഫ് ഫത്ഹ് ത്വാ, ളാ അലിഫ് ഫത്ഹ് ളാ, ഐൻ അലിഫ് ഫത്ഹ് ആ, ഗൈൻ. ഗൈൻ പലപ്പോഴും പല ആളുകൾക്ക് തെറ്റിക്കാറുണ്ട്. ഗൈൻ അലിഫ് ഫത്ഹ് ഗാ, ഫ അലിഫ് ഫത്ഹ് ഫാ, ഖാഫ് അലിഫ് ഫത്ഹ് ഖാ, കാഫ് അലിഫ് ഫത്ഹ് കാ, ലാം അലിഫ് ഫത്ഹ് ലാ, മീം അലിഫ് ഫത്ഹ് മാ, നൂൻ അലിഫ് ഫത്ഹ് നാ, വാവ് അലിഫ് ഫത്ഹ് വാ. വാവിന്റെ മഖ്റജൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഹ അലിഫ് ഫത്ഹ് ഹാ, യാ അലിഫ് ഫത്ഹ് യാ. അപ്പോൾ മദ്ദിന്റെ അക്ഷരങ്ങൾ അറബി ഭാഷയിലെ 29 അക്ഷരങ്ങൾക്ക് വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ട്രിക്കും അതിന്റെ അടയാളങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി. മദ്ദിന്റെ അലിഫ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അലിഫിന് മുൻപുള്ള അക്ഷരത്തിന് മുൻപാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ശേഷമല്ല, എല്ലാത്തിനും അലിഫിന് മുൻപാണ്. മുൻപ് നോക്കിക്കേ നിങ്ങൾ, മുൻപാണ്, ശേഷമല്ല ഫത്ഹ് വരേണ്ടത്. അലിഫിന് മുൻപുള്ള അക്ഷരത്തിന് ഫത്ഹ് ആണെങ്കിൽ അലിഫ് മദ്ദിന്റേതാണ്. അപ്പോൾ ഒരലിഫിന്റെ അളവിൽ നീട്ടണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠമാണ്. ഇനി ഇത് കൂട്ടക്ഷരത്തിന് വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ബാബുൽ ഇൽമിന്റെ സ്റ്റഡി പോയിന്റ് എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക, അത് ക്ലിയർ ചെയ്യുക, പഠിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതേപോലുള്ള പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.